ഏതൊരു ഫൗണ്ടേഴ്സും മെനക്കെടുന്ന അല്ലെങ്കിൽ ഒരു HR ആണെങ്കിലും കഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ് ടീമിനെ മാനേജ് ചെയ്യുക, ടീമിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത്. സോ ഇപ്പം ഞാൻ എജുസോൾവിൽ ഒരു 30+ ടീമിനെ മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 500+ ടീച്ചേഴ്സ് നമുക്കുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ബിസിനസ്സിലും ഒരു അറൗണ്ട് 10 to 20 സ്റ്റാഫ്സ് ഉള്ള ഒരുപാട് ഞാൻ മെൻറ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ co-founder ആയിട്ടുള്ള 1-2 ബിസിനസ്സുകളും ഉണ്ട്. സോ ഇതിലൊക്കെ ഞാൻ ഡേ ടു ഡേ ഫേസ് ചെയ്യുന്ന ഒരുപാട് മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ടീമിനെ മാനേജ് ചെയ്യുക, അവരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന. സോ ഇതിൽ നമുക്ക് ഫൗണ്ടേഴ്സിന് ഹെഡേക്ക് ആവുന്ന ടീം മാനേജ് ചെയ്യുന്നതിലുള്ള ഒരു 3 പ്രോബ്ലംസ് എങ്ങനെയാണ് ഞാനൊരു സൊല്യൂഷൻ കാണുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെയും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലിക്ട് മാനേജ്മെന്റാണ്. എന്തായാലും ടീമിന്റെ ഉള്ളിൽ പ്രശ്നം ഉണ്ടാവും. അത് നമ്മൾ ഒരു 2 പേര് 3 പേരെ തൊട്ട് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ഒരു ടീമിന് പ്രശ്നങ്ങൾ എന്തായാലും തുടങ്ങും. അതൊരു 30 പേര് 40 പേരൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഡേ ടു ഡേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഒരു വാസ്റ്റ് ടീമിനെ മാനേജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അതായത് ഒന്നാമത്തെ കാര്യം ഞാൻ എന്താക്കുന്ന വെച്ചാൽ മീറ്റിംഗ്സ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതുപോലെ നമ്മളെ ഇതിന് ബാധിക്കുന്ന കുറച്ച് മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ ബാധിക്കുന്ന കുറച്ച് കമ്പാരിസൺസോ ഉണ്ടാവും. അത് മാക്സിമം അവോയ്ഡ് ചെയ്യും. അതായത് ഒരു ടീമിനെ വെച്ച് മറ്റു ടീമിനെ കമ്പയർ ചെയ്യുന്നതോട് പ്രശ്നമുണ്ടെങ്കിൽ അത് ഞാൻ അവോയ്ഡ് ചെയ്യും. മേ ബി ചില കമ്പാരിസൺ എന്താക്കുക, അവർക്ക് മോട്ടിവേഷൻ തന്ന് കൂടുതൽ വർക്ക് ചെയ്യാനോ കാര്യങ്ങളിലൊക്കെ മൈലേജ് തരികയാണെങ്കിൽ അതിലൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അതൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അങ്ങനത്തെ മീറ്റിംഗ്സ് അവോയ്ഡ് ചെയ്യാം. അത് ഗ്രൂപ്പ് മീറ്റിംഗ്സ് ആണെങ്കിൽ അത് എന്തായാലും അവോയ്ഡ് ചെയ്യാം. അതിന് പകരം നിങ്ങൾ എന്താക്കുക, ഇൻഡിവിജ്വലി മീറ്റിംഗ് ചെയ്തിട്ട്, കുറച്ച് റിസ്ക് ആണെങ്കിൽ പോലും ഇൻഡിവിജ്വലി മീറ്റിംഗ് ചെയ്തിട്ട് നമ്മൾ HR-നെ അസിസ്റ്റ് ചെയ്തിട്ടോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, നിങ്ങളുടെ ടീമിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഇൻഡിവിജ്വലി മീറ്റിംഗ് എടുത്തിട്ട് അവരെ പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താ വെച്ചാൽ ഒരാളെ സൈഡ് നോക്കുന്ന സമയത്ത് അയാൾ അത്ര പോളിഷ് ചെയ്ത് പറയും. അപ്പം നമ്മൾ മറ്റാളെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഒരാളെ പ്രശ്നം കണ്ടു, അതേപോലെ അടുത്ത ആളെ പ്രശ്നം കാണുമ്പോൾ നമുക്ക് എക്സാക്ട്ലി ആ ഒരു ക്ലാരിറ്റി കിട്ടും, ഈ ഒരു പ്രോബ്ലം എന്തുകൊണ്ടാണ് എങ്ങനെ വന്നാ. അപ്പം നമുക്ക് എല്ലാവരും നമ്മൾ മാനേജ് ചെയ്യണം നിർബന്ധമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ എല്ലാവരുടെ പ്രോബ്ലംസ് കേട്ട് അതിനനുസരിച്ച് സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടീമുമായിട്ട് ഇൻഡിവിജ്വൽ മീറ്റിംഗ്സ് മാക്സിമം എടുക്കുക. അതിലൂടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ മോർ ദാൻ മൊത്തം ടീമിനെ വിളിച്ചിട്ട് നിങ്ങളെ പ്രശ്നങ്ങൾ പറയുന്നതിനായിട്ട് ഉപരി ഇൻഡിവിജ്വലി വിളിക്കുന്ന കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇത് മെയിൻ ടീമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ബെറ്റർ ആയിരിക്കും. രണ്ടാമത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ ടീമിൻ്റെ റിട്ടൻഷനാണ്. എങ്ങനെ നമുക്കൊരു സ്റ്റാഫിനെ നല്ല രീതിയിൽ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ റീറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ ഏത് സ്റ്റാഫ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ അടിപൊളിയാണെങ്കിൽ അവരുമായിട്ട് നമ്മൾ അത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് നമ്മളെ കൂടെ റിട്ടേൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് വേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഗ്രോത്ത് കൊടുക്കാൻ പറ്റണം. ഇപ്പൊ എക്സാമ്പിൾ പറയണ അവര് വന്നിട്ട് പ്രത്യേകിച്ച് അവർക്കൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടുന്ന് റീറ്റെയിൻ ചെയ്യാതെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അവർ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും അഡീഷണലി കിട്ടണം. ഇപ്പൊ മേ ബി നമ്മളെ ടീമിൻ്റെന്നും നമ്മളെ ആ ഒരു എക്കോ സിസ്റ്റത്തിൽ നിന്നൊക്കെ അവർക്ക് കുറച്ചുകൂടി മൈലേജും കുറച്ചുകൂടി ഗ്രോത്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർ റീറ്റെയിൻ ചെയ്യും. സോ അതുകൊണ്ട് ഒരാളെ എടുക്കുന്ന സമയത്ത്, ഒരു എംപ്ലോയിനെ എടുക്കുന്ന സമയത്ത് അവർ വീക്കർ പാർട്സ് ഒക്കെ നിങ്ങൾക്ക് സ്ട്രോങ് ആക്കി അവർക്ക് കുറച്ചും കൂടി ഗ്രോത്ത് കൊടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അതുപോലെ നിങ്ങളെ മൊത്തത്തിൽ നിങ്ങളെ ടീമും ഗ്രോ ആവും, നിങ്ങളും ഗ്രോ ആവും. അങ്ങനെ നിങ്ങൾക്ക് മൊത്തം എൻറ്റയർലി ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിലൂടെ നിങ്ങളെ സ്റ്റാഫുകളൊക്കെ റീറ്റെയിൻ ചെയ്യാനുള്ള നല്ല സാധ്യത ഉണ്ട്. സോ റീറ്റെൻഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താക്കാം, ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്യാം. സോ മൂന്നാമത്തെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അതായത് നിങ്ങളൊരു വർക്ക് അസൈൻ ചെയ്തു, ഒരു ടാസ്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പെട്ടെന്ന് തന്നെ പുതിയ വന്ന ഒരാളെ ഹയർ ചെയ്തൊക്കെ കഴിഞ്ഞ്, ഹയറിംഗ് എന്ന് പറഞ്ഞാലേ നമുക്കറിയാം ഒരു പ്രൊസീജിയറും കാര്യം. ഹയർ ചെയ്ത് നമ്മൾ HR ഹയർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട ടാസ്കോ പ്രൊജക്റ്റോ നമ്മൾ HR ആയിക്കോട്ടെ, നമ്മളെ ടീം ഹെഡ് ആയിക്കോട്ടെ, അത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് അതിൽ നിന്ന് ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല.
അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. അവരെ അടുത്ത് നമ്മൾ എന്താണോ പറയുന്നത് അത് അവരെ അടുത്ത് എത്തണം. സാധാരണ ടീമിൽ ഉണ്ടാകുന്ന സംഭവം എന്താ വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഒരു കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതിയിലാവില്ല അയാൾ അടുത്ത ആൾക്ക് പറയാം, അത് അടുത്ത ആൾക്ക് പറയാം. അങ്ങനെ പോയി എൻഡ് ഓഫ് ലാസ്റ്റുള്ള ആളെടുത്ത് എത്തുമ്പോൾ സംഗതി മൊത്തം തിരിഞ്ഞുണ്ടാവും. അപ്പൊ നമ്മൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന റിസൾട്ടിലേക്ക് നമുക്ക് എന്താവില്ല, എത്തൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ കൊടുത്ത സാധനം തന്നെ അവിടെ എത്തുന്നില്ല എന്നുള്ളതൊന്നും മാനേജ് ചെയ്യുക. അതായത് ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഗ്യാപ്പോ അല്ലെങ്കിൽ മിസ്റ്റേക്സോ വന്നിട്ടില്ല എന്നുള്ളത് ഷുവർ ചെയ്യുക. അതിനെന്ത് ചെയ്യാം? ഇപ്പൊ എക്സാമ്പിൾ നിങ്ങളൊരു ട്രെയിനിങ് കൊടുത്തെങ്കിൽ ആ ട്രെയിനിങ് പ്രോപ്പർ അല്ലേ എന്ന് ഇടക്കിടക്ക് ഒന്ന് ഉണ്ടാക്കിയാൽ മതി, അനലൈസ് ചെയ്താൽ മതി. അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു 3 പ്രശ്നങ്ങൾ ഞാനും ഏത് ഫൗണ്ടേഴ്സ് ആയിക്കോട്ടെ അവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് കാരണം അവരെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന ഒരു മെയിൻ 3 പ്രോബ്ലംസ് ആണ്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ മാനേജ് ചെയ്തോളും, നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താകും, ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇത് നിങ്ങൾ അതുപോലത്തെ നിങ്ങളെ ഫൗണ്ടേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, HR-മാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും കാത്തിക്കണ്ട, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ താങ്ക് യു.